ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം. ശ്രീ കമാൽ പാഷ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. സാമൂഹ്യ പെൻഷനിൽ പോലും സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇടം നേടിയിരിക്കുന്നു. 42-ൽ 38 പേരും അങ്ങനെയെന്ന് കോട്ടക്കലിലെ കണക്കിന്. എവിടത്തെ കണക്കുകളൊക്കെ പുറത്തു വരാണ്ട് നമുക്കറിയില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും പുനഃപരിശോധിക്കുകയും ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട കാര്യമല്ലേ ഇതൊക്കെ? ഉറപ്പായിട്ടും ഇത് സർക്കാർ ഉദ്യോഗസ്ഥരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വലിയ മുന്തിയ കാറുള്ളവരും ഒക്കെയാണ് ഈ പിച്ചക്കാശ് വാങ്ങാൻ നടക്കുന്നത്. ഇവനെയൊക്കെ എന്ത് പറയാൻ പറ്റും? കാരണം ഈ വാങ്ങിക്കുന്നവന്മാര് ഈ കൊടുക്കുന്നവർ നോക്കുന്നതില്ല, അത് വേറെ കാര്യം. പാവങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഇതുപോലുള്ള കാശുള്ളവന്മാര് ഇത് വാങ്ങിച്ചെടുക്കുകയാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന് ഓരോ മാസവും 23 കോടി രൂപ ഇതിന് ബാധ്യത വരികയാണ്. അപ്പൊ അതാ ആലോചിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവരെ പേര് പുറത്തുവിടാത്തതെന്നൊക്കെ പറയുന്നത് എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവനെയൊക്കെ കല്ലെറിയേണ്ടതാണ്. അതായിരിക്കും കാര്യം. ഇതുപോലെ ആളുകൾ പിച്ചച്ചട്ടി എടുത്ത് റോഡിൽ നിൽക്കുമ്പോഴാണ് പാവങ്ങള് ഇവനൊക്കെ ഇരുന്നുകൊണ്ട് വലിയ ചില്ലുമേടയിലിരുന്ന് ഈ പണവും കൂടെ ഇതും കൂടെ വാങ്ങിയെടുക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ നാണമില്ലേ ഇവനൊക്കെ? സത്യത്തിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണോ? അത് പിന്നെ പോട്ടെ, ഇത് നോക്കാൻ സംവിധാനം ഇല്ല. പിന്നെ അതാണ് ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച പോലെ ഒരു ഇപ്പോൾ എന്തെങ്കിലും അവശ്യ പെൻഷൻ അല്ലെങ്കിൽ ഭിന്നശേഷി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പെൻഷൻ എങ്ങാനും വന്നു കഴിഞ്ഞെങ്കിൽ ഉടൻ തന്നെ ഒരു പെൻഷൻ കട്ട് ചെയ്യാൻ ധൃതി കൂട്ടുന്ന ആളുകളാണ്. അത് വളരെ പാവപ്പെട്ടവരുടെ. ആ സമയത്താണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചട്ടി എടുത്തുകൊണ്ട് പൈസ കിട്ടിയില്ല, 1600 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ അടുത്തായി കാണുകയും ചെയ്തു. അങ്ങനെ സാധാരണക്കാർക്ക്, ഇത് വേണ്ടുന്ന ആളുകൾക്ക്, അർഹരായിട്ടുള്ള ആളുകൾക്ക് അത്രമേൽ വലിയ കടിഞ്ഞാണുകൾ കടന്നു പോയി ഈ പൈസ നേടിയെടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേടുള്ള അവസ്ഥയിലാണ് ഈ വലിയ അതിസമ്പന്നർ ഈ പൈസയൊക്കെ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. അതെ, അതാണ്. ഇനി ഇവരുടെയൊക്കെ പേര് പുറത്തു വിടാത്ത എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പേര് പുറത്തു വിടണം. ഇവനൊക്കെ ആക്ഷേപം ഉണ്ടാവണ്ടേ? ഈ വാങ്ങിച്ച പണം വാങ്ങിയെടുത്തിട്ട് അനങ്ങാതിരുന്നാൽ മതിയോ? ഇത് ആരൊക്കെയാ ഏതൊക്കെയാ വാങ്ങിയെടുത്തതെന്ന് മാത്രമല്ല, ഇവർക്കെതിരെ ശക്തമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. അവനെയൊക്കെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചു വിടണം. കാരണം ഇങ്ങനെയുള്ളവന്മാരെ ഇത് ഈ പാവങ്ങളുടെ പൈസ, അതായത് അവിടെ ഇരുന്നുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കുന്ന പോരാ, അവസാനം ഈ പാവങ്ങളുടെ പൈസയും കൂടെ അടിച്ചെടുക്കുക. ഇതെന്ത് ചെയ്യാനൊക്കും? ഇതിനൊക്കെ എന്താ പറയുന്നത്? എന്നിട്ട് അവന്റെ പേര് ഒളിച്ചു വെക്കുക. അത് കാരണം ഒളിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടായിരിക്കും. കാര്യം ഇവരെ ഏത് യൂണിയനിലാണ് എന്നുള്ളത് തന്നെ അനുസരിച്ചിരിക്കും. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇത് പുറത്തു വിടാത്തത്. ശരി, വളരെ നന്ദി ശ്രീ കമാൽ പാഷ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്ക് തിരുത്തി പോകേണ്ടത്. അദ്ദേഹം പിച്ചക്കാശെന്ന് അത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതിനായിരിക്കും, പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതല്ല അത് എന്നുള്ളതാണ്.